ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സുപ്രധാന കണ്ണിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന 2019 എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമാണ് എൻ വാസു. സ്വർണ്ണപ്പാളി കടത്തിയ കേസിലാണ് അറസ്റ്റ്. വാസു കമ്മീഷണറായിരുന്ന കാലയളവിൽ ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി വന്ന സ്വർണം ഉണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് കേസിലെ ആരോപണം. മുരാരി ബാബു വാസുവിനെതിരെ നിർണായക മൊഴിയാണ് നൽകിയത്. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടെന്ന് മുരാരിയും സുധീഷും മൊഴി നൽകിയിട്ടുണ്ട്. മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിൻ്റെ മൊഴിയും വാസുവിനെതിരാണ്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്നെഴുതാൻ കമ്മീഷണറായിരുന്ന വാസു 2019 മാർച്ച് 19 നിർദ്ദേശം നൽകി. ഇത് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ മൂന്നാം പ്രതിയാക്കിയത്. മാർച്ച് 31 കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറിയ വാസു എ പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചത്.